പൊഴുതന ടൗണിൽ ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങി ഭീതി പടർത്തി. തലനാരിഴയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും റിഹാൻ, റിസ്വാൻ സാബിർ എന്നീ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ സിറ്റി സ്റ്റീൽ എന്ന ഹാർഡ്വെയർ ഷോപ്പിൽ പതിഞ്ഞിട്ടുണ്ട്. സാധാരണ ഞങ്ങള് അവിടെ ദിവസം നിൽക്കാൻ പോക്കുണ്ട്. അപ്പൊ ഇന്നലെ കുറച്ചു നേരം വൈകി വെച്ചാല് എന്റെ ഉമ്മച്ചിന്റെ ഏട്ടൻ ഗൾഫിൽ നിന്ന് ഇരുന്നുണ്ട്. അപ്പോൾ ഓരോ കൂട്ടാൻ വലിയമ്മയും കസിനും പോയതിനു ശേഷം ഞങ്ങൾ ഇറങ്ങാൻ ഇരിച്ചു. അപ്പോൾ ഒരു പോയതിനു ശേഷം ഞങ്ങൾ ഇറങ്ങി ഒരു 11:30 ഇപ്പോൾ ഞങ്ങൾ ടൗണിൽ ആ സ്കൂൾ ക്രോസ് ചെയ്തപ്പോൾ വളവ് കഴിഞ്ഞപ്പോൾ ആനനെ കണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി ഇട്ട് ഞങ്ങൾ മൂന്നാൾ ഓടി. അതിൻ്റെ ചെരുപ്പ് സ്ലിപ്പായി ഞാൻ ആനൻ്റെ മുന്നിൽ വീണ്. പിന്നെ ഞാൻ നീച്ചോടി. ആന തുമ്പിക്കൈ വെച്ചതിനെ തടഞ്ഞ്. അപ്പോൾ തുമ്പിക്കൈ എടുത്തപ്പോൾ ഞാൻ ഓടി. പിന്നെ പുറകെ വന്ന് അവിടെ എൻ്റെ വേറെ കസിൻ്റെ വീട്ടിൽ ഓടി കയറി. പിന്നെ ആന കുറച്ചു നേരം കഴിഞ്ഞ് ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറ്റം കയറിയില്ല. കുറച്ച് കഴിഞ്ഞ് ലേറ്റ് കണ്ടപ്പോൾ ഐറ്റകൾ രണ്ടാന കയറ്റം കയറി വന്ന് അവിടുത്തെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ഷീറ്റൊക്കെ പൊളിച്ച് തിരിച്ചു പോയി. ഒന്നിലധികം ആനകളാണ് ഇന്നലെ പൊഴുതനയുടെ വിവിധ ഭാഗങ്ങളിൽ ഇറങ്ങിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ പലരുടെയും വീടിന്റെയും കടകളുടെയും ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. വന്യമൃഗശല്യം ദിവസവും വർദ്ധിക്കുന്നതിന്റെ ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ ഭൂരിഭാഗവും. ശാശ്വത പരിഹാരം മതിൽ കെട്ടി കാടും മതിലും വേർതിരിക്കണം. അതിനെന്താ വെച്ചാൽ ഈ 10 ലക്ഷം 15 ലക്ഷം കൊടുക്കണ ഈ നാട്ടിലെ ഗവൺമെന്റും ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ മാറി നിന്നിട്ട് ആ പൈസ മുഴുവൻ നാട്ടിൽ ചെലവാക്കി ഈ നാട്ടിലെ മതിൽ കെട്ടണം. കല്ലും മണലും സിമെന്റ് ഉപയോഗിച്ച് മതിൽ കെട്ടിയ 3-4 മീറ്റർ ഉയരത്തിൽ മണൽ കെട്ടിയാൽ ഇങ്ങോട്ട് മതിൽ കെട്ടിയാൽ ഇങ്ങോട്ട് ആന വരൂല. നമ്മളെ വീടിൻ്റെ അവിടെയൊക്കെ ആന വന്ന് കാപ്പിത്തയും ചക്കയൊക്കെ പറിച്ചു പോയി. ആരും അവിടെ വന്നു നോക്കിയൊന്നുമില്ല. ഫോറസ്റ്റർ വന്ന് ഇന്നൊന്നും പറഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ രാത്രിയായപ്പോൾ പേടിയാണ്. എല്ലാ ജനവാസമുള്ളിടത്തേക്കാണ് ഇപ്പോൾ ആന വരുന്നത്. കാട്ടിലല്ല ഇപ്പോൾ ഉള്ള ആന ഉള്ളതൊക്കെ ജനവാസത്തോട് കൂടി തന്നെയാണ്. ആയകളും എല്ലാം നശിപ്പിച്ചു. കാപ്പിച്ചെടി എല്ലാം നശിപ്പിച്ചിട്ടാണ് ആന പോയിട്ടുള്ളത്. രാത്രി പൊഴുതന ആന വന്നിട്ടുണ്ട്. പിന്നെ 6 മൈൽ പുതിയ റോഡ് എന്ന് പറഞ്ഞിടത്ത് മിഞ്ഞാന്നും അതിൻ്റെ തലേന്നും ആന വന്നിട്ടുണ്ട്. ഡെയിലി ശല്യമായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പരിഹാരം ഫോറസ്റ്റ് ഇവരൊക്കെ കണ്ട് തീരുമാനിക്കണം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ. ആളുകൾ അല്ലെങ്കിൽ തന്നെ കൃഷിയും ഇതൊക്കെ വാഴയും കാറ്റൊക്കെ നശിച്ച് കിടക്കുന്ന സമയമാണ്. ആനയും കൂടെ വന്ന് ശല്യപ്പെടുത്തിയാൽ വളരെ വിഷമം ഇപ്പോൾ കൃഷിക്കാരനും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ കവുങ്ങ്, തെങ്ങ് ഇതൊക്കെയാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ അത് കൃഷിക്കാരന് വലിയ വിഷമത്തിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സർക്കാരും ഫോറസ്റ്റും ഒരു പരിഹാരം അതിനുണ്ടാക്കണം. ഇന്നലെ രാത്രി 11 മണിയായപ്പോൾ എൻ്റെ അയൽവാസി മുസ്തഫാഖാൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പ്ലാവിൻ്റെ മരമുണ്ട്. അതിൽ നിന്ന് 3 ചക്ക അത് പറിച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഇതിന് ഒച്ചയായിട്ട് വന്നു നോക്കുമ്പോൾ അത് പോയി ഷെഡിനുള്ളിൽ കൂടെ വീടിൻ്റെ അടുക്കളൻ്റെ അതിൽ പോയി ഷെഡ് ആകെ പ്രശ്നമായി. അങ്ങനെ അടുത്തിൽ വന്ന് അപ്പോൾ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വിളിച്ചറിയിച്ചു. പക്ഷെ എന്തായി നേരെ ഇവിടെ വന്നിട്ട് പിന്നെ പൊഴുതനയിലെത്തിയതിനു ശേഷം പിന്നെ 3 കുട്ടികൾ വേറെ ഒന്ന് വിരുന്ന് വന്നതാണ്. അവർ എന്തോ പറിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് അത് കഴിച്ചിലായതാണ്. വളരെ പ്രയാസം ഉണ്ടാകുന്ന കാര്യം. ഇപ്പോൾ രാത്രി കുറച്ച് ദിവസമായിട്ട് രാത്രി ഇറങ്ങാൻ പറ്റുന്നില്ല പുറത്ത്. പുലിയായാലും മറ്റുള്ള പിന്നെ വന്യജീവികളായിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. പാടിന് മുറ്റത്തൊക്കെ ആനയാണ്. നമുക്ക് വഴി കൂടെ പോകാൻ പറ്റില്ല. ഞങ്ങൾ ഓരോ പ്രശ്നങ്ങളാണ്. ആന പൊഴുതന ടൗണിൽ വരെ എത്തിയതിന്റെ ഞെട്ടലിലാണ് പ്രദേശത്തെ ജനങ്ങൾ. കുട്ടികളുടെ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് അവരുടെ ബന്ധുക്കളും വീട്ടുകാരും. വനം വകുപ്പും ബന്ധപ്പെട്ട അധികാരികളും എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശത്തെ നാട്ടുകാരുടെയും ജനങ്ങളുടെയും ആവശ്യം. ഗോപിക ഉദയോത്, ന്യൂസ് 1, പൊഴുതന.